ശമ്പളക്കാരായ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത. നമ്മുടെ PF പണം പിൻവലിക്കാൻ ഇനി മാസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കേണ്ടതില്ല. 2026 ഏപ്രിൽ മുതൽ EPFO വലിയൊരു ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ്. PF സേവനങ്ങൾ ഇനി ഒരു ബാങ്കിംഗ് ആപ്പ് പോലെ ലളിതമാകാൻ പോകുന്നു. പണം പിൻവലിക്കുന്നത് മുതൽ ബാലൻസ് നോക്കുന്നത് വരെ വിരൽത്തുമ്പിലാകും. എന്തൊക്കെയാണ് വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. EPFO അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ മൊബൈൽ ആപ്പിലെ 5 പ്രധാന പ്രത്യേകതകൾ ഇനി പറയാം. 1. UPI വഴി PF പിൻവലിക്കാം. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി പണം അയക്കുന്നത് പോലെ വേഗത്തിൽ ഇനി PF പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. അപേക്ഷ നൽകി ആഴ്ചകളോളം കാത്തിരുന്ന കാലം ഇനി ചരിത്രമാകും. ആവശ്യഘട്ടത്തിൽ ATM-ൽ നിന്ന് പണം എടുക്കുന്നത് പോലെ ലളിതമായിരിക്കും ഇത്. 2. ബാലൻസ് വിവരങ്ങളിൽ സുതാര്യത. നിങ്ങളുടെ PF അക്കൗണ്ടിലെ പണം ഇനി 2 ഭാഗങ്ങളായി ആപ്പിൽ കാണാൻ സാധിക്കും. 1. എലിജിബിൾ ബാലൻസ്, 2. ലോഗ് ബാലൻസ്. ഇതോടെ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്ന കാര്യത്തിൽ കൃത്യമായ ധാരണ ലഭിക്കും. 3. 5 ലക്ഷം രൂപ വരെ ഓട്ടോ സെറ്റിൽമെന്റ്. 5 ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾക്ക് ഇനി ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കായി കാത്തിരിക്കേണ്ടതില്ല. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായി ഇത് പരിശോധിക്കും. വിവാഹം, വിദ്യാഭ്യാസം, ചികിത്സ എന്നിവയ്ക്കായുള്ള അപേക്ഷകൾ വെറും 3 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും. 4. ഭീം UPI സുരക്ഷ. ബാങ്കിംഗ് ആപ്പുകൾ പോലെ തന്നെ ഈ ആപ്പും അതീവ സുരക്ഷിതമായിരിക്കും. ഭീം UPI പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുക. ലോഗിൻ ചെയ്യുന്നതും ഇടപാടുകൾ നടത്തുന്നതും കൂടുതൽ സുരക്ഷിതമാകും. 5. ലൈവ് സർട്ടിഫിക്കറ്റും നോമിനി അപ്ഡേറ്റും. പെൻഷൻകാർക്ക് ഇനി ലൈവ് സർട്ടിഫിക്കറ്റ് അഥവാ ജീവൻ പ്രമാൺ നൽകാൻ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല. ആപ്പ് വഴി തന്നെ ഡിജിറ്റലായി ഇത് സമർപ്പിക്കാം. കൂടാതെ നോമിനിയുടെ വിവരങ്ങൾ മാറ്റണമെങ്കിലും വീട്ടിലിരുന്നു തന്നെ ചെയ്യാം. ചുരുക്കത്തിൽ PF അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇനി മുതൽ വളരെ എളുപ്പമാകും. 2026 ഏപ്രിൽ മുതലാണ് ഈ പുതിയ ആപ്പും സേവനങ്ങളും പ്രാബല്യത്തിൽ വരുന്നത്. ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. ശമ്പളക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്യുക. ബിസിനസ്, സാമ്പത്തിക വാർത്തകൾ ലളിതമായി അറിയാൻ മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.